നമുക്ക് അകത്തുനിന്ന് എടുക്കാം അങ്ങോട്ട്. ഈ വണ്ടിക്കാണ് ചെല്ലുന്നത്. പപ്പയ്ക്ക് മമ്മിക്ക് യാതൊരു ഐഡിയ ഇല്ല. വണ്ടി നമ്മൾ ഓടിച്ച് പറമ്പിലോട്ട് കയറ്റുവാണ്. ഒന്ന് രണ്ട് സാധനം മാറ്റമുണ്ട്, കാരണം ഞങ്ങൾ വയസ്സിനുണ്ട് ഒന്ന് രണ്ട് സാധനം ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഇരിക്കുന്നത് നമ്മൾ പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എസ്റ്റീം മേടിച്ചത് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. വെറും 15,000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച വണ്ടിയാണ് കേട്ടോ. ആ വണ്ടി നമ്മൾ ഫുള്ള് പണിതു. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇസഡ് പണിതു. ഇന്റീരിയർ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്റീരിയർ ഇതിൻ്റെ നീറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇന്റീരിയർ എല്ലാം നീറ്റാണ്. പക്ഷേ ഈ ഫ്ലോർ മാറ്റ് മാത്രമേ ഇച്ചിരി മടുപ്പുള്ളൂ. അത് മാത്രം മാറിയിട്ടില്ല. ബാക്കിയെല്ലാം വണ്ടി ഏറ്റവും ഇസഡ് പണിതു. അതിനുശേഷം ഞാൻ ഈ വണ്ടി ആദ്യം ഓടിച്ചെവിടെ അഞ്ചു നമ്മൾ ഫസ്റ്റ് വണ്ടി ഓടിച്ച് റേസ് ട്രാക്കിലാണ് കേട്ടോ. അത് ഫുള്ള് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി പപ്പേനെ മമ്മീനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. കുഞ്ഞിപ്പണ്ട് ഇങ്ങനെ വായിക്കോട്ടെ വിടാടി. അഞ്ചു വണ്ടിയുടെ കളർ എങ്ങനെ അഞ്ചു? ചുമ്മാ ഞങ്ങൾ അങ്ങനെ അത് എസ്റ്റീമിന് സാധാരണ എല്ലാവരും ഒരുമാതിരിപ്പെട്ട കളറൊക്കെ അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആരും അടിക്കാത്തൊരു കളർ നോക്കി സെലക്ട് ചെയ്തതാണ്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്താണെങ്കിലും ഞാൻ കളർ കാണിച്ചു തരാം. നമ്മൾ ഇതേ സ്ഥലത്തോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പപ്പയൊക്കെ ശരിക്കും ഇപ്പോൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ സ്ഥലത്ത് വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ജസ്റ്റ് വണ്ടി ഇന്നലെ റേസ് കഴിഞ്ഞ് കൊണ്ടുവന്ന് വാഷിങ്ങിന് കൊടുത്ത സ്ഥലത്ത് നിന്ന് മേടിച്ചുകൊണ്ട് പപ്പയുടെ അടുത്തോട്ട് പോവാണ്. അഞ്ചു കഴിഞ്ഞിട്ട് ഈ വണ്ടി കണ്ടിട്ടില്ലല്ലോ. ഈ വണ്ടി അഞ്ചു ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അഞ്ചു ഇടിപ്പിക്കുമല്ല, അഞ്ചു കണ്ടത്തിൽ ചാടിച്ചിട്ടുണ്ട്. സെയിം വണ്ടിയാണിത്. കണ്ടത്തിൽ ചാടാൻ പോയി ജസ്റ്റ് മിസ്സായിരുന്നു. ഇവിടെ ഇരുന്നോ കേട്ടോ. വണ്ടി റണ്ണിങ്ങിലാണ്, ഇല്ല പോകത്തില്ല, ഗിയർ ഒന്നും ഇടായിരുന്നാൽ മതി. അപ്പോൾ വണ്ടി എൻ്റെ പുറകിൽ കിടപ്പുണ്ട്. വണ്ടി ഞാൻ കാണിക്കുന്നില്ല. വണ്ടി കാണിക്കാൻ തന്നെ ഞാൻ സൈഡിലോട്ട് പോവാണ് കേട്ടോ. പപ്പയൊക്കെ പറമ്പിലിരിക്കുവാണ്. ഞാൻ പറമ്പിലെത്തിട്ട് പപ്പയെ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ പപ്പേനേക്ക് വണ്ടി കാണിക്കാൻ വേണ്ടി പോകണം. പപ്പയുടെ റിയാക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിത് ആക്ച്വലി നമ്മുടെ ഫാമിലി ചാനൽ ഇടാമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ആണ്. അഞ്ചു ഇവിടെയുണ്ട്. ഈ മൈക്ക് വെച്ചേ മീൻ വല്ലതും കിട്ടിയോ? രണ്ട് പുല്ലനോ ഇവിടെ? മമ്മിക്ക് കിട്ടിയ മേലോ മഞ്ഞക്കൂരി കൊടുക്കുന്നുണ്ടോ? അമ്മ തീറ്റ മാറ്റിയിട്ടായിരുന്നോ? അപ്പൊ അമ്മ അവിടെ ചൂണ്ടിടുവാണ് കേട്ടോ. ഈ വണ്ടി കാണിക്കുന്നതിന് മുമ്പ് ഈ വണ്ടി പണിത് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ജിത്തുച്ചേന്റെ അടുത്താണ് ഫുൾ റീപെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ റീസ്റ്റോർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എസ്റ്റീമിന്റെ ഫുൾ വർക്ക് ചങ്ങനാശ്ശേരി ജാക്ക് മോഡ്സിലായിരുന്നു. ഇതേ കണ്ടല്ലോ, അടിപൊളി. നമ്മുടെ ഒത്തിരി ഫോളോവേഴ്സ് പറഞ്ഞാണ് എസ്റ്റീം പെയിന്റ് ചെയ്യാൻ. എസ്റ്റീം നമ്മൾ ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടി ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. ഫുള്ള് റിപ്പ് ചെയ്താണ് പെയിന്റ് ചെയ്യുന്നത്. ജിത്തുചേട്ടൻ ബാക്കി ഡീറ്റെയിൽസ് പറയും. പുറകിൽ നമ്പർ പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടില്ല, നമ്പർ പ്ലേറ്റ് വെക്കണം. വണ്ടി നമ്മള് ടെൻഡിങ് വർക്ക് മൊത്തം, അതായത് പാച്ച് വർക്ക് ഫുള്ള് ചെയ്തു. പിന്നെ ബോഡി ലെവലിംഗ് ചെയ്തു. ഫുള്ള് റിപ്പ് ചെയ്ത് പുട്ടി വർക്ക് മൊത്തം മാറി. ഇതുണ്ട് വണ്ടിയുടെ ബാലൻസ് ഉള്ളത്. നമുക്ക് ഇനി സെറാമിക്കും PPF നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്താ നമുക്ക് റേസ് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഈ November 17th നമ്മുടെ റേസ് ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഹെഡ് ലാംപ്സും ഫോഗ് ലാമ്പ് ലൈറ്റുകളെല്ലാം മാറിയിട്ടുണ്ട്. പുതിയ ലൈറ്റ് ആണ്. വെതർ സ്ട്രിപ്പുകളും ബ്രീഡിങ്ങുകളും എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാം പുതിയ വെതർ സ്ട്രിപ്പും ബ്രീഡിങ്ങും ആണ്. സൈഡ് മിറർ മാറിയിട്ടുണ്ട്. ല്ലോ, ഇതാണ് വണ്ടിയുടെ കറന്റ് സിറ്റുവേഷൻ. ഇത് ഈ വണ്ടി കണ്ടിട്ട് ചിലപ്പോൾ റേസിന് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണെന്ന് ചോദിക്കും. ഇത് ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മൾ റേസിന് ഓടിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിന്റെ ടർബോ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ അത് പറഞ്ഞായിരുന്നു, ടർബോയ്ക്ക് ഒരു ബൂസ്റ്റ് കുറവുണ്ട്. അതായത് നമ്മുടെ ബ്ലോ ഓഫിന്റെ അവിടുന്ന് ബൂസ്റ്റ് ലീക്ക് ആവുന്നുണ്ട്. അപ്പൊ അത് അമൽ അഴിച്ചുകൊണ്ട് പോയി ലെയ്ത്തിലാണ് നമ്മുടെ ടർബോ. അല്ലെ ഒരു 3 ദിവസത്തിനോട് നമ്മൾ ടർബോ കിട്ടും. ലെയ്ത്തിലാണ് സംഭവം. അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ എന്തൊക്കെ വർക്കാണ് ജിത്തിയോടെ നമ്മൾ ചെയ്യുന്നത്? വണ്ടിയുടെ A to Z എല്ലാ വർക്കും ഉണ്ട്. ഓഫ് റോഡ് വണ്ടികൾ, ഓൺ റോഡ് വണ്ടികളുടെ പെയിന്റിങ്, പ്രീമിയം വണ്ടികൾ എല്ലാം എന്തിനാണെങ്കിലും വിളിച്ചാൽ മതി ജിത്തിയോടെ. ഇപ്പം നമ്മുടെ ഫോർച്യൂണർ, എനിക്ക് നമ്മുടെ ഫോർച്യൂണർ വില്ലീസ്, നമ്മുടെ എസ്റ്റീം, ഇനിയിപ്പോ നമ്മുടെ ജിപ്സി കിടപ്പുണ്ട്. ജിപ്സി നമ്മൾ ബ്ലാക്ക് അടിക്കുന്നു അല്ലേ? ഫുൾ ബ്ലാക്ക്. തിങ്കളാഴ്ച നമ്മുടെ ജിപ്സിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഒത്തിരി ഫോളോവേഴ്സ് ചോദിക്കുന്നുണ്ട് ജിപ്സി എന്ത് ചെയ്യുന്നത്. തിങ്കളാഴ്ച ജിപ്സിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ജിപ്സിയും ജിപ്സിയുടെ അസംബിൾ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. ഞാൻ ചേട്ടനോട് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. കാരണം എനിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്ട്. ഞാൻ ഫുള്ള് സാധനം വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ തന്നെ ആയിരിക്കും അസംബിൾ ചെയ്യുന്നത്. അപ്പൊ ജിത്തിയോടെ താങ്ക് യു സോ മച്ച്. ഇനി ഇപ്പൊ നേരെ വണ്ടിയായിട്ട് പോയി പപ്പനും അമ്മേനെയും ഒരിക്കലും നമ്മുടെ വണ്ടിയെ തിരിച്ചറിയത്തില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഒരു കളർ അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു ക്യാൻഡി കളറാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിട്ടോടെ. അപ്പൊ കണ്ടല്ലോ, റീസ്റ്റോറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി റേസ് ട്രാക്കും കഴിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് കിടക്കുന്നുണ്ടോ. 15,000 രൂപയ്ക്ക് മേടിച്ച വണ്ടിയാണ് ഇത്. കണ്ടോ പപ്പയുടെ മമ്മിയുടെ റിയാക്ഷൻ
നമുക്ക് അകത്തുനിന്ന് എടുക്കാം അങ്ങോട്ട്. ഈ വണ്ടിക്കാണ് ചെല്ലുന്നത് പപ്പയ്ക്ക് മമ്മിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇത് പ്രൈവറ്റ് റോഡാണ്, നമ്മുടെ ഓൺ വഴിയാണ് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല. പപ്പയുടെ റിയാക്ഷൻ കാണിച്ചു തരാം. വണ്ടി നമ്മൾ ഓടിച്ച് പറമ്പിലോട്ട് കയറ്റുവാണ്. നമ്മളെ വണ്ടി അതെ. ഈ വണ്ടി ഏതായത് എസ്റ്റീമോ? ഇതെങ്ങനെയുണ്ട്? അടിപൊളി. അല്ല വണ്ടി എങ്ങനെയുണ്ടെന്ന് പറ. വണ്ടി അടിപൊളി. പപ്പ നമ്പർ നോക്കിയിട്ടാണ് നമ്മുടെ വണ്ടി അത് മനസ്സിലാക്കിയത്. കളർ എങ്ങനെയുണ്ട്? ഇത് ഞങ്ങള് വളരെ റിസർച്ച് ചെയ്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറെ തപ്പിയെടുത്ത് അങ്ങനെ അധികം എസ്റ്റിമേറ്റ് അടിക്കാത്തൊരു കളർ നോക്കി കണ്ടുപിടിച്ചാണ്. നിങ്ങൾക്ക് ഓടിച്ചാ ഒന്നുമില്ല. ഇത് മറ്റേതെല്ലാം ടർബോ എല്ലാം ഊരി മാറ്റി വെച്ചേക്കുക. ഈ വണ്ടി ആ റേസിനെ ഓടിച്ചാന്ന് അറിയാലോ. വണ്ടിക്ക് ഒരു കുഞ്ഞു സാധനം മാറ്റാനുണ്ട്, 1-2 സാധനം മാറ്റാനുണ്ട്. കാരണം ഞങ്ങൾ റേസിന് കൊണ്ട് 1-2 സാധനം ഒടിച്ചിട്ടൊക്കെ ഉണ്ട്. ഒന്ന് ഇത് ഇവിടെ ഇത് കണ്ടോ, ഇത് കണ്ടോ, അതിൽ കുഴപ്പമില്ലോ. ഇല്ല അത് പെയിന്റ് എടുത്ത് ലെവൽ ചെയ്ത് പെയിന്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഒരു പീസ് ഇളകിപ്പോയി, ഇതിനകത്ത് വലിയ സാധനം വരുന്നുണ്ട്. പിന്നെ ഈ ബമ്പർ ഇച്ചിരി താന്നു പോയി, അതെടുത്ത് പിടിപ്പിക്കണം. ചില്ലറ കാര്യങ്ങൾ. എങ്ങനെയുണ്ട് മമ്മി? അതിന് താങ്ക്സ് ആരോടെ പറയുന്നറിയോ? നമ്മുടെ ജിത്തു ചേട്ടനാണ് ഇത് ഫുള്ള് പെയിന്റ് ചെയ്തത്. എങ്ങനെയുണ്ട് പെയിന്റിങ്? എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ വണ്ടി നമുക്ക് വെള്ളമയ കൂടി വണ്ടി അല്ലേ കൂടുതലും. നമുക്ക് ഇങ്ങനെ ഒരു കളർ ഇല്ല, നമുക്ക് വണ്ടി ഇല്ല. അല്ല 800 ഏകദേശം ഒരു ബ്രൈറ്റ് കളർ അല്ലേ? ഈ 2 വണ്ടിയാണ് ഇപ്പൊ നമ്മുടെ ഗ്യാരേജില്. ഇഷ്ടപ്പെട്ടാ? ഞങ്ങൾ റേസ് ഓടിച്ച് കാണണോ? റേസ് ഓടിച്ച് ഇവരെ കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ റിയാക്ഷൻ കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ മനസ്സിലായി ഈ വണ്ടി തന്നെയാണോ അതൊന്ന് ചോദിക്കും. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. നമ്മുടെ എസ്റ്റീം ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടി പോവാണ്. ഇന്നിവിടെ തൃശ്ശൂർ V12 അടുത്ത റേസ് നടക്കുന്നുണ്ട്. റേസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അകത്തേക്ക് കയറിയിട്ട് പറയാം. നമ്മൾ ട്രാക്കിലേക്ക് കയറി. ഇതാണ് ട്രാക്ക് ഇതല്ല, ട്രാക്കിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വണ്ടിയുടെ പണി ഇന്നലെ ഞങ്ങൾ തീർത്ത് എത്ര മണിക്ക് അറിയാം? രാത്രി 1 മണിക്കാണ്. ഐഡിയയിൽ ഞാൻ ഇന്ന് ഉറങ്ങിയത് അരമണിക്കൂറാണ്. അവിടുന്ന് വണ്ടിയുടെ പണി തീർത്തു. ഞങ്ങൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് തൃശ്ശൂർക്ക് വന്നു. അവിടെ എത്തിയിട്ട് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ നീലക്കൂട്ടിടാം. ട്രാക്കിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമ്മൾ അടുത്ത് തന്നെ നടക്കുന്ന ഒരു അടിപൊളി പോളമാണ് കേട്ടോ. അവിടെയാന്ന് തോന്നുന്നു ട്രാക്ക്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. നമുക്ക് വണ്ടികളെ ഡ്രൈവേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ അമൽ വണ്ടി അങ്ങോട്ട് തിരിച്ചിട്ടു. ഞാനിനി ചെരുപ്പ് മാറട്ടെ, നമുക്ക് ഷൂസ് ഇട്ടാണ് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഞങ്ങൾ നമ്മുടെ ഫോമും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു. ജിത്തു ചേട്ടനുണ്ട്. ജിത്തു ചേട്ടൻ രാവിലെ ഇറങ്ങിയില്ല ജിത്തേട്ടാ? ഞങ്ങളുടെ വരാട്ടുമേട് ഓഫ് റോഡിന് ശേഷം ജിത്തു ചേട്ടൻ ഇന്നാണ് കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഫുള്ള് വണ്ടികളാണ് കേട്ടോ. എല്ലാം നല്ല രസമുള്ള വണ്ടികളാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് നടന്ന് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് നടക്കുന്ന വഴിക്ക് വണ്ടികളും കാണാം അല്ലേ നമ്മളെ. അപ്പോൾ നമ്മൾ സ്ക്രൂട്ടണി ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വരുൺ. ലാസ്റ്റ് ടൈം നമ്മളിങ്ങനെ ആരെയും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തിയില്ല. അപ്പം ഇത് നമ്മുടെ ഇവന്റിന്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ ഒരു 4 വീലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓട്ടോക്രോസിന്റെ ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. അതിൽ 4th റൗണ്ടാണ്. 3 റൗണ്ട് ഓൾറെഡി കഴിഞ്ഞു. ഇതിപ്പം 3rd റൗണ്ട് നമുക്ക് കോയമ്പത്തൂരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനൽ റൗണ്ട് 4th റൗണ്ടാണ്. അപ്പോൾ ചാമ്പ്യൻഷിപ്പിന് ഇതിനകത്തുള്ള ഈ 4th റൗണ്ടിൽ നിന്ന് വരുന്ന ഓവറോൾ പോയിന്റ്സ് എടുത്തിട്ട് അതായിരിക്കും ചാമ്പ്യൻഷിപ്പ് വിന്നറായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ട്രാക്ക് ഇച്ചിരി ലെങ്തി ആണ്. ഇന്നത്തെ ട്രാക്ക് ഒരു 1.6 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഒരു ആവറേജ് ടൈം എത്രയായിരിക്കും? ഒരു 2 minutes 2:05 അത്രയൊക്കെ വരേണ്ടതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ട്രാക്കിനേക്കാൾ ഏകദേശം നേരെ ഇരട്ടി വരും. അതെ, അടിപൊളി. അപ്പോൾ എന്താണെങ്കിലും ഇപ്രാവശ്യം നമ്മൾ വണ്ടികളും അതുപോലെ തന്നെ ട്രാക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. താങ്ക് യു ചേട്ടാ. ശരി, താങ്ക് യു. ഇത് നമ്മുടെ അവിടെ കൊടുത്താൽ അല്ലേ? ഇനിയിപ്പോൾ ഫോം സബ്മിറ്റ് ചെയ്യാം. Taking shots at the enemy. I'm gonna make it to the top, leave a legacy. If I got something to say, you better let me speak. Turn it up a new degree, bitch, you ain't seen anything. I pop off with the new rock, electronic, blow the sonic roof up. I'm too honest when I take a few shots. They're too toxic, need to take a new song. Ebin George, Amal, Sebin. 1.6 കിലോമീറ്റേഴ്സിന്റെ ട്രാക്കാണ്. നേരെ 1100 ലൈനപ്പ് ചെയ്യാം. നമ്മൾ റീ എൻട്രി തന്നെ ലാസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ബ്രീഫിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോർമേഷൻ ലാപ്പാണ്. നമുക്ക് ലാപ്പ് ഫുള്ള് വണ്ടി ഓടിച്ച് കാണാം. നമ്മൾ ട്രാക്ക് ഓടിച്ച് നോക്കാൻ പോവാണ് കേട്ടോ. ഇന്റർകൂളർ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ഇച്ചിരി ഡേഞ്ചർ സാധനമാണ്.
ട്രാക്ക് കണ്ടു, നമ്മുടെ വണ്ടിയുടെ അടി ഇടിക്കും എന്ന് വെച്ചാൽ അത്യാവശ്യം ഇടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. അടിപൊളി ഒരു രക്ഷയില്ല, നല്ല ദിവസം കണ്ടോണ്ടിരിക്കാൻ. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് ഒരു രക്ഷയില്ല. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as I'm back, you know that I never left. I got tracks and some music that you never guessed. I don't slack, don't lose, learn your lesson yet. When I get to choose what I do, I'm like a weapon. I'm not sharp as many, but got hard. I'm ready to change scars to large and plenty. I like to play fast, never change back. Calling out, I'll pay back, 'cause I'm great at that. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You are not as tough. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts. അവര് ഇവിടെ വന്ന് അവിടെ വന്നു കേട്ടോ. അടുത്ത എൻ്റെ ടേണാണ്, ഞാൻ പയ്യെ പോണം. നമ്മൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ടേക്ക് ഓഫ് അടിപൊളിയായിരുന്നു. MBF ആയിരുന്നു പൊളിച്ചാണ് നമ്മള്. മിസ്സിംഗ് ഉണ്ട്, വണ്ടി ചെറിയ മിസ്സിംഗ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഓടിച്ച് എങ്ങനെയുണ്ട്, ട്രാക്ക് എങ്ങനെയുണ്ട്? എല്ലാവരും എവിടെ നിന്ന് കയ്യിൽ നിന്ന് പോയോ? ഇല്ല, തേർഡ് ഇട്ടോ? ഇല്ല, സെക്കൻഡ് തന്നെ. അപ്പൊ ഞാൻ തന്നെ ഉണ്ട് ഓടിക്കാല്ലേ? I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing, I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe.
ഇനിയിപ്പോൾ നമ്മുടെ ഷിൻഡു ഓടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടൈമിങ്ങുകളെല്ലാം, അതായത് വീഡിയോ കണ്ടാൽ അറിയാം, നമുക്കൊരു 3-4 സ്ഥലത്ത് വണ്ടി കയ്യിൽ നിന്ന് പോയി. അപ്പം നമ്മൾ ഇന്നത്തെ പഠിക്കേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്, അത് ചിലപ്പോൾ എല്ലാ സിറ്റുവേഷനും വരുന്നത്. നമ്മളിത് ഓടിച്ച് എസ്പെഷ്യലി ഓട്ടോക്രോസ് റാലി നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. ഓഫ് റോഡ് അത്രയും ഇതില്ല, കാരണം നമുക്ക് ഇത്രയും സ്പീഡിലേക്ക് വണ്ടി പോകും. നമുക്ക് വണ്ടി എപ്പോഴും നമ്മുടെ കയ്യിലാണ്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, വണ്ടിക്ക് പവറുണ്ട്. അപ്പോൾ ആ പവർ നമ്മൾ ഹാൻഡിൽ ചെയ്താലേ ഉള്ളൂ നമുക്ക്. സൂര്യാൻ എടുത്ത് കണ്ടാൽ പറയുമായിരുന്നു, നമ്മൾ ടേൺസിലാണ് ശരിക്കും പറയുന്നത്. എനിക്ക് ടൈം എല്ലാം പോയത് ടേൺസിലാണ്. അപ്പം എനിക്കൊന്ന് ഒരു പ്രാവശ്യം എനിക്ക് 2.37 4 എങ്ങാണ്ട്, അത് കഴിഞ്ഞിട്ട് 2.4 സംതിങ്. അപ്പം 40 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൂര്യാൻ്റെ കൂടെ ചേട്ടൻ 1:58 ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഒരു 40-50 സെക്കൻഡ്, അത് ഭയങ്കര, നമ്മൾ വിചാരിക്കുന്ന പോലെ കേട്ടോ, അത് ഭയങ്കര പാടാണ് ആ ഒരു ടൈം ഫ്രെയിം അച്ചീവ് ചെയ്യാനായിട്ട്. പിന്നെ ഒന്ന് ഓടിച്ച് നോക്കും. അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കും. കുഞ്ഞപ്പണ്ണ പിടിച്ചാടി. കുഞ്ഞപ്പണ്ണ അവിടെ മീൻ പിടുത്താണ്, ഇത് കണ്ടോ. അപ്പോൾ ഓടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി കളർ എങ്ങനെ ഉണ്ടാ? നല്ല കളറാണോ? നെരിഞ്ഞ അങ്ങനെ ഉണ്ടാ കളർ? ഈ കളർ കണ്ടിട്ടില്ല അല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഓടിച്ചിട്ടേ ഇതിൻ്റെ ലോവർ ആം ചാസിയെന്ന് വിട്ടുപോയി. അതുകൊണ്ട് ഈ ഒരു വീല് വോബിൾ ചെയ്യുന്നുണ്ടോ. അതുകൊണ്ട് ഞങ്ങൾ അമലിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ടർബോയും കാര്യങ്ങളെല്ലാം ഊരി മാറ്റി വണ്ടി സ്റ്റോക്കാക്കി. എന്നിട്ട് ഈ ഒരു വീല് കണ്ടോണേ, ഇത് വോബിൾ ചെയ്യുന്നുണ്ടോണേ. ഇത് കണ്ടോ ആ പൈപ്പാണ് കേട്ടോ, അത് നമ്മുടെ ബ്രേക്ക് പൈപ്പാണ്. അപ്പോൾ കറക്റ്റായിട്ട് വളയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, പഠിച്ചു. നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യും കേട്ടോ, ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. നമ്മുടെ പഴയ എസ്റ്റിമ ഈ എസ്റ്റിമേറ്റ് കമ്പയർ ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യും കളർ ഇഷ്ടപ്പെട്ടോന്ന്. എങ്ങനെയുണ്ട്? 5-നൊക്കെ ഓടിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. 5-ന് ഡ്രൈവിംഗ് പഠിച്ചാൽ ഇതെന്നാ ഇത്? ഇതെന്നാ നിങ്ങൾ പിടിച്ചേക്കുന്നത്? ഇതെന്നാ ഇത്? ഇതെന്നാടാ ഇത്? ആര് പിടിച്ചാ? നീ പിടിച്ചാണോ? ആണോ? പപ്പ പിടിച്ച മീനിൻ്റെ അടുത്ത് കൈ പിടിച്ചേക്കുവാണേ. എന്നാ പറയേ? മീനെ പിടിക്കാൻ പോകുന്ന വീഡിയോ. നിങ്ങളുടെ വീഡിയോയുടെ കുഴപ്പമുണ്ടോ? നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. പേര് നമ്മുടെ അമൽ ഓടിക്കാൻ വേണ്ടി പോവാണ്, 3ാമതാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടു. മോൻ്റെ പേരെന്നാടാ? വിനായക്. അപ്പം നമ്മൾ 2 നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. മോൻ്റെ പേര് ഇന്ദ്രിയത്തിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ആക്ച്വലി ആള്, സിനോയ്. ഓക്കെ, അടിപൊളി. അപ്പോൾ കാണാം. എബിനും അശ്വിൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കാണാം കേട്ടോ. ബൈ. അപ്പോൾ കാണാം. ബൈ. ഭയങ്കര പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ അനിയനുമാണ്. പേര് ജിബിനും നവീൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവർ നവീനാണെങ്കിൽ ആക്ച്വലി വണ്ടിപ്രാന്തനാണ്. ഇവർ വണ്ടി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഇനിയിപ്പം നിങ്ങൾ പോയി കഴിച്ചിട്ട് വരും അല്ലേ? ഓക്കെ, താങ്ക് യു. ഇടയ്ക്ക് വെച്ച് ഇനി കാണാം. ഓക്കെ, ബൈ. അപ്പോൾ കാണാം കേട്ടോ. ബൈ. അപ്പോൾ ഞങ്ങളിനി തിരിച്ചു പോവാണ് ജിതി ചേട്ടാ. അപ്പോൾ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രൈസ് വരും നമ്മുടെ കോട്ടയത്തേക്കാണ്. അതെ. അപ്പോൾ നമ്മുടെ സൂര്യനാണ് ഇന്നത്തെ. ചേട്ടൻ ഏത് കാറ്റഗറിയിലായിരുന്നു? 4ാമത്തെ റേസ് അല്ലേ? അടിപൊളി. ചേട്ടൻ്റെ ഇന്നത്തെ ബെസ്റ്റ് ടൈം എത്രയായിരുന്നു? 1:58. അത് നമ്മുടെ സിറ്റിയിലായിരുന്നു അല്ലേ? അടിപൊളി. കൺഗ്രാറ്റ്സ്. സമയം കിട്ടിയ ഒരു ശരി കേട്ടോ. അപ്പോൾ കാണാം. ബൈ.